ഞാനൊരു മുഴുവൻ സമയ അഭിഭാഷകനാണ്. ഞാനൊരു ആത്മീയ പ്രഭാഷകനൊന്നുമല്ല. ഐശ്വര്യപ്രദമായ കർക്കിടക മാസത്തിൽ രാമായണ മാസാചരണത്തിൽ രാമായണത്തിൻ്റെ അർദ്ധതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് പട്ടാഴി ദേവീ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ കൂടിയാലോചിച്ച് ഒരു വിശാലമായ പഠനം ദിവസങ്ങളോളം നടത്തുന്നതിന് തീരുമാനിച്ച് ഇങ്ങനെ ഒരു വേദിയിലേക്ക് ഈ എളിയവനെയും ക്ഷണിച്ചതിന് നന്ദി. എവിടെയാ ലക്ഷ്മണോപദേശം? ലക്ഷ്മണോപദേശം ആരംഭിക്കുന്നത് ഈ ലോകത്തിലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ നിസാരതയെ സംബന്ധിച്ച് ഏറ്റവും ഭംഗിയായിട്ട് എഴുതി വച്ചിരിക്കുന്നു. അധ്യാത്മരാമായണം അയോധ്യാകാന്ഡത്തിൽ ലക്ഷ്മണോപദേശത്തിൽ ഇങ്ങനെ പറയുകയാണ്: അയോധ്യ നഗരം ഒരു പട്ടാഭിഷേകത്തിന് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നു. എവിടെയും ചിത്രപ്പണികളും അലങ്കാരങ്ങളും കൊണ്ട് അയോധ്യയുടെ രാജവീതികൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. രാമന്റെ പട്ടാഭിഷേകം. അഭിഷിക്തനാകുവാൻ തയ്യാറെടുത്തുകൊണ്ട് രാജധാനിയെ സമീപിക്കുന്ന രാമൻ. എല്ലാ മനുഷ്യരും സന്തുഷ്ടരാണ്. ആർക്കും ഒരു സംശയവുമില്ല, അഭിഷിക്തനാകാൻ പോകുന്നു അവതാര പുരുഷനായ രാമൻ. ഇനി അയോധ്യയുടെ രാജാവ് ആരാ? സാക്ഷാൽ രാമൻ. നമ്മുടെ ജീവിതത്തോടൊന്ന് ചേർത്ത് നിർത്തി നോക്കിക്കേ. ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും മനുഷ്യൻ ഒരു നിമിഷാർദ്ധം കൊണ്ട് രാമൻ ഉച്ചികുത്തി വീണ പടുകുഴിയുടെ നിരാശയുടെ എത്രത്തോളം ഒരു നഷ്ടത്തിന്റെ തീവ്രതയിലേക്ക് മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, രാമനോളം ഒരു നിമിഷം കൊണ്ട് സിംഹാസനാരൂഢനാകേണ്ട രാമൻ എവിടേക്ക് എത്തി നിൽക്കുന്നു? ആരണ്യത്തിലേക്ക് എത്തി നിൽക്കുന്നു ആ രാമൻ. പക്ഷെ രാമൻ ചലിച്ചോ? ഇല്ല. യാതൊരുവിധ അസ്വസ്ഥതയുമില്ലാതെ സന്തോഷത്തോടുകൂടി രാമൻ എന്ന് കേൾക്കുന്ന രാമന് യാതൊരു വ്യത്യാസവുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ നിരാശാകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ രാമൻ അനുഭവിച്ച വേദനയുടെ തീവ്രത മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വേദനയാണ്. പക്ഷെ അത് വേദനയാണെന്ന് ആര് പറയുന്നില്ല? വാൽമീകിയും പറയുന്നില്ല, കിളിപ്പാട്ടിലും പറയുന്നില്ല. അപ്പോൾ ലക്ഷ്മണോപദേശം ഹൈന്ദവ മതത്തിന് വേണ്ടി ഉപദേശിച്ച ഉപദേശമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? രാമായണം ഹൈന്ദവ മതത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതാ ഭാരതത്തിന്റെ ഇതിഹാസങ്ങൾ? ഏതൊക്കെയാ? രാമായണം എന്താ? അല്ലെ മഹാഭാരതം എന്താ? ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവരുടെ ഇതിഹാസങ്ങളാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ മലങ്കര കത്തോലിക്കനായ ജോണി വക്കീൽ ഇവിടെ നിന്നുണ്ടെങ്കിൽ ലക്ഷ്മണോപദേശം പ്രസംഗിക്കാൻ കഴിയുക. നമ്മൾ മഹാഭാരതത്തിൽ നോക്കിയാൽ ആ ഗീതോപദേശത്തിന്റെ അവസാനം, അതു പൊഴുതു ചപലതകൾ അഖില മകല കളഞ്ഞ അർജുനൻ പോരിനായി വില്ലെടുത്തിടിനാൽ. അങ്ങനല്ലേ പറയുന്നത്? അതു പൊഴുതു ചപലതകൾ അഖില മകല കളഞ്ഞ അർജുനൻ പോരിനായി വില്ലെടുത്തിടിനാൽ. റിഫ്ലക്ഷൻ ഉണ്ടായി. അർജുന റെസ്പോണ്ടഡ് ടു ദി അഡ്വൈസ് ഓഫ് കൃഷ്ണ. അല്ലേ? അർജുനൻ എന്ത് ചെയ്തു? കൃഷ്ണന്റെ ഉപദേശത്തിന് ചെവി കൊടുക്കുക മാത്രമല്ല, അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടായി. തിരിച്ചു വരിക രാമായണത്തിലേക്ക് വരുമ്പോൾ ലക്ഷ്മണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്താ? ചുട്ടുപഴുത്തതുപോലെ കോപം കൊണ്ട് തപിച്ചു നിൽക്കുകയാണ് ലക്ഷ്മണൻ. ലക്ഷ്മണൻ പറയുകയാണ്, ഇതുങ്ങളെ മുഴുവൻ പൂട്ടിയിട്ടിട്ട് ഞാൻ എന്ത് ചെയ്യും? എന്റെ രാമന്റെ പട്ടാഭിഷേകം ഞാൻ നടത്തും. എന്റെ രാമന്റെ പട്ടാഭിഷേകം അയോധ്യ രാജധാനിയിൽ, ഈ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ച് നിൽക്കുന്ന ഈ രാജധാനിയിൽ രാമന്റെ പട്ടാഭിഷേകം നടത്താൻ ആർക്ക് കഴിവുണ്ട്? സകല വിദ്യയും അഭ്യസിച്ച സുമിത്രയുടെ പുത്രനായ ലക്ഷ്മണനായി എനിക്ക് കഴിവുണ്ട്. ലക്ഷ്മണനെ ഇങ്ങനെ ചേർത്തിങ്ങി പിടിച്ചു.
രാമൻ ഗാഢാലിംഗനം ചെയ്തു എന്നാ പറയുന്നേ. രാമൻ ഇങ്ങനെ നെഞ്ചോട് ചേർത്തിങ്ങനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തീവ്രമായ കോപത്തിന്റെ, നിരാശയുടെ, അസ്വസ്ഥതയുടെ, ബുദ്ധിമുട്ടിന്റെ പടുകുഴിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ യുഗപുരുഷനായ രാമൻ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഓർത്തോണം, വാക്കുകൾ കൊണ്ട് മാത്രമല്ല സംസാരിക്കുന്നത്. രാമന്റെ നെഞ്ചിലെ ചൂട് ഇങ്ങനെ ചേർത്ത് ലക്ഷ്മണനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് രാമൻ പറയുകയാ, എന്താ, വത്സ സൗമിത്രീ കുമാര നീ കേൾക്കണം. നമ്മളെ ചിന്തിക്കുക ഇതൊക്കെ ഒരു രസത്തിന്, ഈ വളരെ വലിയ ആധ്യാത്മികതയിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ് രാമായണമൊക്കെ. അത്ഭുതമാണോ? എങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്നു? എന്തൊരു ഭംഗിയിലാ, എന്തൊരു അടുക്കും ചിട്ടയിലുമാ, എന്തൊരു ഉപയോഗമാ ഭാഷയുടെ. ഓരോ അക്ഷരങ്ങളിലും ഒരാഴ്ച പ്രസംഗിച്ചാൽ തീരാത്ത തരത്തിലുള്ള അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാ രാമായണം വിരചിതമായിരിക്കുന്നത്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, വത്സ ദശരഥപുത്ര കുമാര നീ കേൾക്കണമെന്നല്ല. എന്താ കാരണം? ഇങ്ങനെ കത്ത് നിൽക്കുക. ആർക്കെതിരെ? ദശരഥനെതിരെ. അപ്പോൾ ലക്ഷ്മണോപദേശത്തിന്റെ ആദ്യ വരികളിൽ വരച്ചിടുന്നത് മാതാവിനോട് മനുഷ്യർക്കുള്ള ബന്ധമാണ്. ആദ്യ വരികളിൽ തന്നെ അസ്വസ്ഥനായി നിൽക്കുന്ന സുമിത്രയുടെ പുത്രൻ ലക്ഷ്മണനിലേക്ക് ഓർമ്മപ്പെടുത്തുന്നത് നീ സുമിത്രയുടെ പുത്രനാണെന്നാ. നമ്മൾ എത്ര അസ്വസ്ഥമായിട്ട് നിൽക്കുകയാണെങ്കിലും നമ്മുടെ അമ്മമാരെ പറ്റി ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് തണുക്കും, അല്ലേ? ഒന്ന് ശാന്തമാകും. ലക്ഷ്മണന്റെ മുന്നിലേക്ക്, ലക്ഷ്മണന്റെ ചിന്തയിലേക്ക് അവന്റെ അമ്മയുടെ ചിത്രം ഇങ്ങനെ വരച്ചിടുകയാണ്. വത്സ സൗമിത്രീ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനിടൂ. ഇപ്പോഴാണോ അറിഞ്ഞേ? ഇപ്പോഴല്ല അറിഞ്ഞേ. നീ ഇങ്ങനെ കോപത്താൽ തപിക്കുമെന്നും നീ മാതൃഹത്യയും, ആരെയാ? കൈകേയി അല്ലേ? പിതൃഹത്യയും നടത്തുന്നതിന് വേണ്ടി തയ്യാറാകുമ്പോൾ ധർമ്മച്യുതി സംഭവിക്കുമെന്ന് എനിക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ലക്ഷ്മണനോട് ഏറ്റവും ആദ്യം സംസാരിച്ച് തുടങ്ങാൻ പറ്റുന്ന വാക്കെന്താ? വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നു. നിന്റെ പോളിസി എനിക്കറിയാം. ഐ നോ ഹു ആർ യു. എനിക്കറിയാം നീ ആരാണെന്ന്. മുന്നമേ ഞാനിടൂ, നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നെങ്കിലും എനിക്ക് തർക്കമില്ല. ഇവിടെ ചോദ്യം, നിന്റെ സഹോദരനുമായിട്ടൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് നീ എൻ്റെ സഹോദരനാണ്, നമ്മൾ വാളെടുക്കുന്നതൊക്കെ നമ്മളുടെ മാതാവിനോടും പിതാവിനോടും നമ്മളുടെ ബന്ധുജനങ്ങളോടുമാണ് എന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് ഉപദേശിക്കാൻ മാനസികമായിട്ട് നമ്മൾ ഔന്നത്യം പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ് രാമായണത്തിന്റെ ലക്ഷ്മണോപദേശത്തിന്റെ ആദ്യ വരികൾ നമ്മളോട് പറയുന്നത്. ലക്ഷ്മണൻ പിന്നീട് ശബ്ദിക്കുന്നതായിട്ട് പറയുന്നുണ്ടോ? ലക്ഷ്മണനെ രാമൻ ഉപദേശിച്ച് തീരുന്നത് വരെ മറുത്തൊരക്ഷരം പറയുന്നില്ല. നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ രാമൻ ഒരു കല്ലേലിരിക്കുന്നു, ലക്ഷ്മണൻ മറ്റൊരു കല്ലേലിരിക്കുന്നു. യഥാർത്ഥത്തിൽ ശരിക്കും രാമായണം വായിച്ചു നോക്കിയാൽ ചിത്രം ഒന്ന് മാറ്റി വരയ്ക്കേണ്ടി വരും. രാമൻ എവിടെയായിരുന്നിരിക്കും ലക്ഷ്മണനെ ചേർത്ത് നിർത്തിയിരിക്കുക? ഒന്ന് അടങ്ങ. അവിടെ പലപ്പോഴും ചില വിഷയങ്ങൾ നമുക്ക് തന്നെ സംഭവിച്ചു പോകുന്നത് ഒരു 10 മിനിറ്റിന് ശേഷമാണെങ്കിൽ ഒരു പക്ഷേ ആ പ്രതിസന്ധി ഉണ്ടാകുകയില്ല. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും അടുത്തതായിട്ട് പറയുന്നതാ. നിനക്ക് സാധിക്കും, കുഴപ്പമൊന്നുമില്ല, നിനക്ക് സാധിക്കും. നീ പറഞ്ഞ പോലെ നിനക്ക് കെട്ടിയിടാൻ സാധിക്കും. നീ പറയുന്ന പോലെ നിനക്ക് വാളെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ സാധിക്കും. നീ പറയുന്നത് പോലെ പട്ടാഭിഷേകം നടത്താൻ സാധിക്കും. പക്ഷേ ഇതിലൊന്നും ഒരു കാര്യവുമില്ലെന്ന് പറഞ്ഞങ്ങോട്ട് തുടങ്ങുക. പിന്നെ ലക്ഷ്മണന് വേണ്ടിയിട്ട് മാത്രം ഉപദേശിച്ചതല്ല ലക്ഷ്മണോപദേശം.
നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഉപദേശിച്ചതാ ലക്ഷ്മണോപദേശം. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയങ്ങളിലൊക്കെയും അവന്റെ മരണത്തെക്കുറിച്ചൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളെ പറ്റിയും അവൻ ചിന്തിക്കും. ഒരു വല്യമ്മച്ചി 96 വയസ്സുണ്ട്. വല്യമ്മച്ചി കൊച്ചുമോ നല്ല ഭംഗിയായിട്ടാണ് നോക്കുന്നത്. ഈ വല്യമ്മച്ചിയുടെ മുഖത്തൊരു സങ്കടം. വല്യമ്മച്ചി എടുത്ത് ചോദിച്ചു, എന്താ വല്യമ്മച്ചി, അമ്മച്ചിയുടെ മുഖത്തെന്താ ഒരു സങ്കടം പോലെ? എടാ, നിന്റെ കാലശേഷം എന്നെ ഇങ്ങനെ ആര് നോക്കുമെന്നാ? ഇപ്പൊ നീ എന്നെ നന്നായിട്ട് നോക്കും, നിന്റെ കാലശേഷം എന്നെ ഇങ്ങനെയൊക്കെ ആര് നോക്കുവാടാ? ഇത് ഓർത്ത എന്റെ സങ്കടം. വഹിനി സന്തപ്ത ലോകസ്ഥാമ്പ് ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. തീയിൽ ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പിയിലേക്ക് ഒരു തുള്ളി ജലത്തുള്ളി വീഴുമ്പോൾ, ഹേ ലക്ഷ്മണ, അതാണ് മർത്യജന്മം ക്ഷണഭങ്കുരം. വഹിനി സന്തപ്ത ലോകസ്ഥ അമ്പുബിന്ദുനാ സന്നിഭം. വഹിനി എന്ന് പറഞ്ഞാൽ തീയ്. വഹിനി സന്തപ്ത ലോകസ്ഥ, തീയിൽ ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പി. നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ ദേഹത്തൂടെ ഒരു മിന്നലടിക്കും അല്ലേ? ഈ തീയിൽ ചുട്ടുപഴുത്ത ഇരുമ്പ് കമ്പിയിലേക്ക് ഇങ്ങനെ ഒരു തുള്ളി ജലത്തുള്ളി വീഴുമ്പോൾ ആ ജലത്തുള്ളിക്ക് എത്രയാണോ ലക്ഷ്മണ ആയുസ്, അതാണ് ആരുടെ ആയുസ്? ആരുടെ ആയുസ്? മനുഷ്യന്റെ ആയുസ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ് നോർക്ക നീ. ചക്ഷുശ്രവണ ഗളസ്ഥമാം ദുർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ചക്ഷുശ്രവണ ഗളസ്ഥമാം ദുർദുരം. ചക്ഷുശ്രവണം എന്ന് പറഞ്ഞാൽ പാമ്പ്. ചക്ഷുശ്രവണ ഗളസ്ഥമാം, ഗളസ്ഥം തൊണ്ടയിലിരിക്കുന്നത്. ചക്ഷുശ്രവണ ഗളസ്ഥമാം ദുർദുരം, തവള. ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ ഒരു പാമ്പ് ഇങ്ങനെ ഒരു തവളയെ വിഴുങ്ങി. തവള പാമ്പിന്റെ വായിൽ ഇങ്ങനെ ഇരിക്കുകയാ. ഈ പാമ്പിന്റെ വായിലിരിക്കുന്ന തവള നാക്ക് നീട്ടുകയാണ്. എന്തിന്? അടുത്തുകൂടെ പോകുന്ന ഈച്ചയെ പിടിക്കാൻ. ചക്ഷുശ്രവണ ഗളസ്ഥമാം ദുർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. കാലമാകുന്ന അഹിയാൽ പരിഗ്രസ്തമായ ലോകവും, പരിഗ്രസ്തം വിഴുങ്ങപ്പെട്ടത്, അഹി എന്ന് പറഞ്ഞാൽ പാമ്പ്. കാലമാകുന്ന അഹിയാൽ വിഴുങ്ങപ്പെട്ട ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. എവിടെ ഇരിക്കുക നമ്മളൊക്കെ? കാലമാകുന്ന അഹിയാൽ. കാലമെന്ന് പറഞ്ഞാൽ എന്നത് സമയമെന്നാണ്. നമ്മളെവിടെ ഇരിക്കുകയാണ്? കാലമാകുന്ന അഹിയുടെ വായിലിരിക്കുകയാണ്. നമ്മളെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം അനങ്ങാതെ നമ്മൾ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നുണ്ട്, കാലം. എന്താ? കാലം, സമയം. കാലമാകുന്ന അഹിയുടെ വായിലിരുന്നു കൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നതും നിങ്ങളിത് കേൾക്കുന്നതും. ഒരു സംശയവും വേണ്ട, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. തോപ്പിൽ പാസിയുടെ കൂട്ടുകുടുംബം എന്ന് പറയുന്ന ഒരു നാടകത്തില് മനുഷ്യ ജീവിതത്തെ പറ്റി വളരെ രസകരമായ 4 വരികളുണ്ട്. ജനിക്കുമ്പോൾ അരയടി മണ്ണ് വേണം, മരിക്കുമ്പോൾ 6 അടി മണ്ണ് വേണം. നടുക്കുള്ള നാടകം നടിക്കുമ്പോൾ മനുഷ്യന് പടവെട്ടിപ്പിടിക്കണം ഭൂലോകം. ജനിക്കുമ്പോൾ അരയടി മണ്ണ് വേണം, മരിക്കുമ്പോൾ 6 അടി മണ്ണ് വേണം. നടുക്കുള്ള നാടകം നടിക്കുമ്പോൾ മനുഷ്യന് പടവെട്ടിപ്പിടിക്കണം ഭൂലോകം. പതിജന്മം നിശയായി പൊലിഞ്ഞിടും കുറഞ്ഞൊരു കാലം ബാല്യവും. ഓട്ടമാണ്. ഓടുന്നതല്ല എവിടെ ഇരുന്നുകൊണ്ടാണെന്നറിയാമോ? ഈ രാവിലെ ജിമ്മിൽ പോകുമ്പോൾ ഈ ട്രെഡ്മില്ലിൽ ഓടുന്ന പോലെ. ട്രെഡ്മില്ലിൽ നമ്മൾ എത്ര നേരം ഓടിയെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ തന്നെ ഇരിക്കും. നമ്മൾ ചിന്തിക്കും നമ്മൾ ഓടുകയാണെന്ന്. പക്ഷെ നമ്മൾ ഓടുകയല്ല, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കാലമാകുന്ന അഹിയുടെ വായിലിരുന്ന് കണ്ടാ. പൂന്താനത്തിന്റെ കഥ വായിച്ചു കഴിഞ്ഞാൽ, ഭക്തകവിയായ പൂന്താനത്തിന് കാലങ്ങളോളം കുട്ടികളില്ലായിരുന്നു. വളരെയധികം പ്രാർത്ഥനകൾക്കൊക്കെ ശേഷം പൂന്താനത്തിനൊരു കുഞ്ഞ് ജനിക്കുകയാണ്. ചോറൂണിന്റെ സമയമായി. പൂന്താനം ഇല്ലത്തേക്ക് ബന്ധുക്കളൊക്കെ ഇങ്ങനെ വരിക. പല സ്ഥലങ്ങളിൽ നിന്നും ദൂരദേശങ്ങളിൽ നിന്നുമുള്ള ബന്ധുക്കളെല്ലാം ഇല്ലത്തേക്ക് വരുന്നു. മകനെ ഒരു മുറിയിൽ കിടത്തിയിരിക്കുകയാണ്. ചോറൂണിന്റെ ദിവസം. കാലങ്ങളായുള്ള പ്രാർത്ഥനയുടെ ഫലമായി പൂന്താനത്തിന് ഒരു കുഞ്ഞ് ജനിച്ച ആ കുഞ്ഞിന്റെ ചോറൂണും ഉത്സവം പോലെ നടത്താൻ പൂന്താനം തീരുമാനിച്ചു.
പക്ഷേ ഈ വിരുന്ന് വന്നവരെല്ലാം പണ്ട് ഭാണ്ഡം കെട്ടിയാ വരുന്നത്. അതായത് ഇങ്ങനെ ഈ പുറത്തുള്ള ഭാണ്ഡം കെട്ടിയാ വരുന്നത്. രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, അവിടെ കൂടിയിരുന്ന സ്ത്രീജനങ്ങളൊക്കെ അവരുടെ ആടയാഭരണങ്ങൾ പുതുത് ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉരിഞ്ഞിട്ട് ഈ മുറിയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ടിട്ടിട്ട് വന്ന് ഈ കുഞ്ഞിനെ അങ്ങ് മൂടിപ്പോയി. പൂന്താനത്തിന്റെ ഭാര്യ ചോറൂണിന്റെ സമയമായപ്പോൾ കുട്ടിയെ അന്വേഷിച്ചു. മുറിയിലേക്ക് വന്ന് കുട്ടിയെ എടുക്കാൻ നോക്കുമ്പോൾ അഴിച്ചിട്ട ആടകൾക്കുള്ളിൽ കിടന്ന് ശ്വാസം കിട്ടാതെ കുഞ്ഞ് മരിച്ചുപോയി. ആലോചിച്ച് നോക്കണം. സന്തോഷകരമായ സാഹചര്യങ്ങളിലേക്ക് അത് മാറ്റിയിട്ട് സങ്കടത്തിന്റെ തീക്കടലിലേക്ക് എറിയപ്പെടുന്ന അവസ്ഥ. ആരുടെ ചോറൂണിന് വേണ്ടി, എന്തിനു വേണ്ടി അവിടെ ആൾക്കാർ കൂടിയോ? ആ കൊച്ചു കുഞ്ഞിനെ ഗൗനിക്കാതെ എന്ത് സംഭവിച്ചു? ആടകൾ അഴിച്ചിട്ട ആ മുറി ഇങ്ങനെ നിറഞ്ഞ അഴിച്ചിട്ട ആടകൾക്കുള്ളിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന കുഞ്ഞിനെ ആരും ശ്രദ്ധിച്ചില്ല. ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ച കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തിട്ട് ഈ ബൈബിളിൽ ജോബിന്റെ പുസ്തകത്തിൽ, ജോബ് വലിയ ദൈവാനുഗ്രഹം കൊണ്ട് ധനാഢ്യനായ ഒരു മനുഷ്യനാണ്. പക്ഷേ ജോബിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം തീരുമാനിച്ചു. ജോബിന് എല്ലാ അസ്വസ്ഥതകളും കൊടുത്തു, എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം ഈ ജോബിന് കുഷ്ഠരോഗം വന്നു. ജോബ് പറയുന്നൊരു കാര്യമുണ്ട്: ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അതേ വാക്കുകൾ തന്നെ പൂന്താനവും പറഞ്ഞു. ദൈവം തന്നു, ദൈവം എടുത്തു. കാലങ്ങളോളം എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, ദൈവം തന്നു, ദൈവം എടുത്തു. അന്ന് മുതൽ കൃഷ്ണനെ മകനായിട്ട് കാണാൻ തുടങ്ങി. അല്ലേ? ഇതാണ് പൂന്താനത്തിന്റെ കഥ. കൃഷ്ണൻ ഉണ്ണിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിന് മറ്റു ഉണ്ണികൾ എന്ന് ചോദിക്കുന്ന പൂന്താനം. അല്ലേ? പൂന്താനം എന്താണോ ഇതിഹാസങ്ങളിൽ, പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സ്വാംശീകരിച്ചുകൊണ്ട് മലയാള ഭാഷയിൽ എന്ത് ചെയ്തു? ജനങ്ങളിലേക്ക് എത്തത്തക്ക തരത്തിൽ വ്യാഖ്യാനിച്ചു കൊടുത്തു. പൂന്താനം പറയുന്നതാ, എത്ര ഭംഗിയായിട്ട് പറയുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ. നിങ്ങളിതൊക്കെ പറയുന്നത് ഇവിടെ തന്നെ അല്ലേ? നമ്മൾ ആണല്ലോ അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരതയെ പറ്റി വേറൊരർത്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞു പോവുക. ശരിക്കും ഞാൻ എന്തുകൊണ്ടാണ് ആദ്യം പറഞ്ഞതെന്നറിയാമോ? ഈ അറിവ് എന്ന് പറയുന്നത് ഒരിക്കലും പൂർണ്ണമല്ല, പൂർണ്ണമാക്കാനും കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യനാൽ കണ്ടെത്തപ്പെട്ടിട്ടുള്ള അറിവുകൾ പഠിച്ചു മനസ്സിലാക്കിയതിന് ശേഷം ഈ ഭൂമി വിട്ട് ഒരു മനുഷ്യന് യാത്രയാകാനുള്ള ആയുസ് 80 വയസ്സ് കൊണ്ടൊന്നും കഴിയില്ല, 100 വയസ്സുകൊണ്ട് കഴിയില്ല. ഈ ചിലരൊക്കെ ഈ വൈറ്റ് കോളർ ജോലിയൊക്കെ ചെയ്യുന്നവർ പറയും, ഞാനൊരു വലിയ അറിവാളിയാണ്, എനിക്ക് ഭയങ്കര അറിവാണ് എന്ന് ചിന്തിച്ച് അഥവാ ഇങ്ങനെ തലയൊന്ന് കുനിച്ചു കഴിഞ്ഞാൽ ഈ അറിവ് ഈ തലയിൽ കൂടെ കാണാൻ താഴോട്ട് പോകും, അതുപോലെ നിറഞ്ഞിരിക്കുന്ന രീതിയിൽ പോകുന്ന ചിലവരെയൊക്കെ കാണാം. എന്നാൽ സംസാരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്നെ ഇങ്ങനെ അറിവിങ്ങനെ തിങ്ങി നിൽക്കുക. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കി, യഥാർത്ഥത്തിൽ അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു എന്ന് ചോദിക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനൊരു അഭിഭാഷകനാണെങ്കിൽ, നിയമം ഒരു കടലാണെങ്കിൽ, ജോണി വക്കീലിന് അറിയാവുന്നത് ഒരു ഗ്ലാസ്സാണ്. നിയമത്തിന്റെ ഭാഗം വരുമ്പോൾ ജലദോഷം വന്നാൽ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോകണം. എൻ്റെ ചെരുപ്പിന്റെ വള്ളി ഒന്ന് പൊട്ടിയാൽ അത് നന്നാക്കാൻ അറിയാവുന്നവരുടെ അടുത്ത് പോകണം. മസിൽ പിടിച്ച് വിരിഞ്ഞു നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നീ ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ ബട്ടൺ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് തയ്ക്കാൻ അറിയാത്തവനാണ്. അതാ യാഥാർത്ഥ്യം, അതൊരു അറിവല്ലേ? അപ്പൊ ഒരു ഡോക്ടറേറ്റ് എടുക്കുന്നവൻ ആ വിഷയത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ പിന്നിൽ അടഞ്ഞുപോയ വിശാലമായ അറിവിന്റെ മഹാസാഗരം ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാ. അതിന്റെ അറ്റത്ത് പോയിട്ട് തിരിഞ്ഞു നോക്കിയിട്ടാണ് പറയുന്നത്, ഞാൻ ജ്ഞാനത്തിന്റെ ഉത്തുംഗ കൊടുമുടിയുടെ ശൃംഗത്തിന്റെ അങ്ങേ മേളിൽ ഇരിക്കുന്നവനാണ്. ഉയർന്നു നിൽക്കുകയാണ്.
അതാ പറയുന്നത്, ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് കുന്തിച്ച് ബ്രഹ്മാവും തനിക്ക് ഒവ്വയെന്നും ചിലർ എന്ന് പറയുന്നതിന്റെ അർത്ഥമതാ. നമ്മൾ താഴേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളൊന്നുമല്ല. അപ്പോൾ കാലത്തിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. ഈ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു എന്ന് ലക്ഷ്മണോപദേശത്തിൽ പറഞ്ഞപ്പോൾ നമ്മളിതൊക്കെ ചുമ്മാ പാസീവായിട്ട് വായിച്ചു വിട്ടു. നമ്മൾ ഈ ചവിട്ട് നിൽക്കുന്ന മണ്ണ്, നമ്മൾ ജീവിക്കുന്ന ലോകം എവിടെ ഇരിക്കുക? സമയമെന്ന് പറയുന്ന, കാലമെന്ന് പറയുന്ന അഹിയുടെ വായ്ക്കുള്ളിലിരിക്കുക. ഒരു സംശയവും വേണ്ട. ഈ മനുഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഈ മറ്റ് ജീവികളിൽ നിന്നും മനുഷ്യന്റെ പ്രത്യേകത, നിങ്ങൾ തേനീച്ചയുടെ കൂട് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? തേനീച്ചക്കൂട് എത്ര ഭംഗിയാണല്ലേ? ഒരു തേനീച്ചക്കൂട് മനുഷ്യന് കൈകൊണ്ടുണ്ടാക്കാൻ പറ്റുമോ? വളരെ പാടാ. അപ്പൊ നമ്മൾ ചിന്തിക്കും ഒരു തേനീച്ചയുടെ കഴിവ് പോലും മനുഷ്യനില്ല. അങ്ങനെയല്ല. തേനീച്ചക്കൂട്, തേനീച്ച ഉണ്ടായ കാലം മുതൽ തേനീച്ച നിർമ്മിക്കുന്നത് ഒരേ തരത്തിലുള്ള കൂടാണ്. പക്ഷെ മനുഷ്യൻ അങ്ങനല്ല. മനുഷ്യൻ അവന്റെ വിശേഷ ജ്ഞാനം കൊണ്ട് അവന്റെ സാഹചര്യങ്ങളെ പരുവപ്പെടുത്തിയെടുത്തിട്ട് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നവനാ മനുഷ്യൻ. വിശേഷ ജ്ഞാനം ഉണ്ടെങ്കിൽ പോലും അവന്റെ അറിവ് വളരെ പരിമിതമാണ്. അപ്പൊ റേഷണൽ തിങ്കിങ്ങിലൂടെ ദൈവത്തിനെ എൻ്റെ സയന്റിഫിക് ആയിട്ടുള്ള അറിവ് വെച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ എന്നിൽ ഈശ്വര വിശ്വാസം വരൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനന്തം, അജ്ഞാതം, അവർണ്ണനീയം, നിനക്കൊന്നും അറിയില്ല. നമ്മൾ വളരെയധികം അറിവ് നേടി സർവജ്ഞപീഠം കയറി എന്നൊക്കെ പറയുന്ന മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്, ഈശ്വരൻ നിനക്ക് തുറന്നു തന്നിട്ടുള്ള ജ്ഞാനത്തെ മാത്രം സ്വായത്തമാക്കാനേ നിനക്ക് നിന്റെ ജീവിതം കൊണ്ട് കഴിയൂ. അപ്പൊ നീ ആരെ വെല്ലുവിളിക്കരുത്. നീ അറിവാളിയാണെന്നൊന്നും പറഞ്ഞു കളയരുത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒന്ന് നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണമെന്ന് പറയുന്നത് അതാ. ഈശ്വരൻ നിന്നിലാണ് എന്ന് പറയുമ്പോൾ എവിടെ പറയുന്നു? തത് എവിടെ പറയുന്നു? എവിടെ പറയുന്നു? തത്വമസിയിൽ പറയുന്നു. ഈശ്വരൻ നിന്നിലാണ് എന്ന് പറയുമ്പോൾ നിന്നിലേക്ക് ഈശ്വര ചൈതന്യത്തെ വരുത്തണമെന്നുണ്ടെങ്കിൽ നീ നിന്നിലേക്ക് തിരിഞ്ഞു നോക്കി നീ എത്ര നിസ്സാരക്കാരനാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. ഇത് ഏറ്റവും ഭംഗിയായിട്ട് ലക്ഷ്മണോപദേശത്തിൽ പറയുക. അപ്പം നമുക്കറിയില്ല ഈ ഭൂമിക്കപ്പുറത്തേക്കുള്ള ഗ്രഹങ്ങളിൽ എത്ര ഗ്രഹങ്ങളിൽ മനുഷ്യന് പോകാൻ കഴിഞ്ഞു. കോടാനുകോടി നക്ഷത്രക്കൂട്ടങ്ങളുള്ള ഈ പ്രപഞ്ചം എത്ര വിശാലമാ. ആ പ്രപഞ്ചത്തിൽ ഒരു ഗോളം മറ്റൊന്നിനെ ഇടിക്കാതെ അതിൻ്റെതായ ഭ്രമണപഥത്തിൽ ചലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശക്തി നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയില്ല. ഒന്നും അറിയില്ല. പാതിജന്മം നിശയായി പൊലിഞ്ഞിടും കുറഞ്ഞ ഒരു കാലം ബാല്യവും. നമ്മളെല്ലാം അറിവുള്ളവരായിട്ട് നയിക്കുമ്പോഴേ ഒരു ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ആട്ടിൻകുട്ടി ജനിച്ചു വീണ് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പം അത് എഴുന്നേറ്റ് നടക്കും. മനുഷ്യൻ നടക്കില്ല. മലർന്നു കിടന്ന് കമിഴ്ന്ന് വീണ് മുട്ടിലിഴഞ്ഞ് മുട്ടിലിരുന്ന് അല്ലേ, കാലിൽ മുട്ടിൽ പൊങ്ങി പതിയെ പിച്ച വെച്ച് ഒന്ന് കൈപിടിച്ച് നടക്കാറാകണമെന്നുണ്ടെങ്കിൽ, തനിയെ ഒന്ന് റോഡിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര കാലം കഴിയണം? മാനുഷികമായ ചിന്തയിൽ നിന്നുകൊണ്ട് ലക്ഷ്മണൻ സംസാരിക്കുമ്പോൾ ആത്മീയമായ ചിന്തയുടെ ഒരു തലത്തിലേക്ക് ഉയർന്നു നിന്നുകൊണ്ട് രാമൻ ലക്ഷ്മണൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സോർക്കമേ. ഗർഭാവസ്ഥയിലെ ഈ അമ്മമാരുടെ കഷ്ടപ്പാട് കണ്ടിട്ടുള്ളവർക്കും മനസ്സിലാകും. ഭയങ്കര തീവ്രമായിട്ടൊക്കെ അമ്മമാരെ പറ്റിയൊക്കെ വളരെ മോശം ഭാഷയിൽ സംസാരിക്കുന്നവരോടൊക്കെ ഞാൻ പറയും, എടാ ഈ ഗർഭാവസ്ഥയിൽ നിന്നെ വയറ്റിലിട്ടുകൊണ്ടൊരു കയ്യാല കയറിയപ്പോ നിന്റെ അമ്മ മുക്കി ഒരു മുക്കിന്റെ അത്രയും കാണത്തില്ല, നീ പറയുന്ന മൊത്തം കൂടെ. ഒരു കൊളുത്തിപ്പിടിക്കലിന്റെ വേദനയുണ്ടല്ലോ, അത്രയും കാണത്തില്ല നീ ആരോപിക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും കൂടെ. ചിലപ്പോൾ അവരൊന്ന് ചുമയ്ക്കും, ചിലപ്പോൾ അവരൊന്ന് കാർക്കിക്കും, ചിലപ്പോൾ അവരൊന്ന് തുപ്പിയെന്നിരിക്കും, ചിലപ്പം വലിയ ഗ്ലാമറൊന്നും കാണത്തില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ ഈ ഒരു കയ്യാല കയറുമ്പോൾ ഉള്ളൊരു കൊളുത്തിപ്പിടുത്തത്തിന്റെ വേദനയില്ല, നീ ഈ അമ്മയ്ക്കെതിരെ പറയുന്ന മുഴുവൻ ആരോപണങ്ങളും കൂടെ
എന്നൊന്ന് തിരിച്ചു പറയുമ്പോൾ മനസ്സിലാകും എൻ്റെ ബുദ്ധിമുട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കുഞ്ഞിന് എന്താണ് അവൻ്റെ അസ്വസ്ഥത എന്ന് പറയാൻ കഴിയാത്തൊരു പ്രായത്തിൽ അവൻ്റെ ദേഹത്ത് ചൂടൊന്ന് കൂടി, കാൽപോൾ 250 ഒഴിച്ചു കൊടുത്ത് 6 മണിക്കൂറാകാൻ ക്ലോക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക, 6ാമത്തെ മണിക്കൂറിന് വേണ്ടിയിട്ടല്ലേ വീണ്ടും കൊടുക്കാൻ. നെഞ്ചത്തെടുത്തുകൊണ്ട് ഓടുന്നൊരോട്ടം. പിന്നീട് കണക്ക് പറയുമ്പോൾ, കൊടുക്കുന്നതിൻ്റെ കണക്ക് പറയുമ്പോൾ, ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ, നല്ല സാഹചര്യങ്ങൾ കൊടുക്കുന്നതിൻ്റെ, വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിൻ്റെ കണക്ക് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ. അടുത്ത് നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരന് അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അടുത്ത് നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. ഓരോ അക്ഷരങ്ങളിലും അതിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങിയാൽ മനുഷ്യജീവിതം കാലാഹിന പരിഗ്രസ്തമാണ് എന്ന് ലക്ഷ്മണനോട് പറഞ്ഞിടത്ത് നമ്മൾ ഇരുന്ന് കേൾക്കേണ്ടത് രാമനിരുന്ന കസേരയിലല്ല, ലക്ഷ്മണൻ ഇരിക്കുന്ന കസേരയിലേക്ക് താഴ്ന്നിരുന്നിട്ട് കേൾക്കണം. അപ്പോൾ മനസ്സിലാകും, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ് ഓർക്കണേ. നമ്മളെല്ലാം ശത്രുതകൾ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. ഇന്ന് ഈ രാത്രിയിൽ ഈ ദേവീക്ഷേത്രത്തിൻ്റെ പവിത്രമായ സന്നിധിയിലിരുന്നുകൊണ്ട് ലക്ഷ്മണോപദേശത്തിൻ്റെ നന്മയെപ്പറ്റി ചിന്തിക്കുന്ന നമ്മളോട്, രാമൻ അനുഭവിച്ച നഷ്ടത്തോളം നഷ്ടം സഹിച്ചവനാണോ ഞാനെന്ന് ചിന്തിക്കണം. രാമൻ അനുഭവിച്ച നഷ്ടത്തിൻ്റെ അത്രയും നഷ്ടം സഹിച്ചവനാണോ നമ്മൾ? ആണോ? ആ രാമൻ പുഞ്ചിരിയോടുകൂടി പറയുകയാണ്, എന്താ? ജന്തുക്കൾ ഭക്ഷിച്ച് കാട്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, നല്ല നല്ല ദേഹം നിമിത്തം മഹാമോഹം. വ്യക്തമാക്കി പറഞ്ഞു തരിക. നീ ഇന്ന് സുന്ദരമായിട്ട് കൊണ്ട് 6 പാക്കൊക്കെ വേണം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആരോഗ്യമായിട്ട് തന്നെ ജീവിക്കണം, ഒരു തർക്കവും വേണ്ട. പക്ഷെ ഇത് സംഗതിയാണെന്ന് പറഞ്ഞല്ലേ, ഇതൊരു വലിയ സംഭവമാണെന്ന് പറഞ്ഞൊന്നും നീ അങ്ങ് നടന്നു കളയരുത്. നല്ല കാര്യമാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിക്ക് തന്നെ നടക്കുകയൊക്കെ വേണം. പക്ഷേ ഇതെന്ത് സംഭവിക്കും? ഇതിന് ജന്തുക്കൾ ഭക്ഷിച്ച് കാട്ടിച്ചു പോകിലാം, വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. അത് കണ്ടാണ് മഹത്തുക്കൾ പറയുന്നത്, എന്ത്? മനുഷ്യ ജീവിതം നിസ്സാരമാണ്, നീ ഇതങ്ങ് ഡ്രോപ്പ് ചെയ്യേ. ഒരു മനുഷ്യനോടുള്ള ശത്രുത ഏകപക്ഷീയമായിട്ട് അവസാനിപ്പിക്കാനാണ് പറയുന്നത്. ഏകപക്ഷീയമായിട്ട്. അവിടെ ഭരതനെ നമ്മൾ ഉൾക്കൊള്ളണം കേട്ടോ. നമ്മളല്ല ഈ ഭരതനെയൊക്കെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത് എവിടാ? കൈകേയിയുടെ സാരത്തുമ്പേൽ നിന്നുകൊണ്ട് ന്യൂട്രൽ അയോധ്യ രാജധാനിയുടെ ഈ കിരീടാവകാശിയായിട്ട് നിൽക്കുന്നവനാണ് ഭരതൻ എന്നാണോ? അങ്ങനെയാണോ പറയുന്നത് രാമായണം? ആണോ? എന്ത് സംഭവിച്ചു? അയോധ്യ രാജധാനിയുടെ പിന്നീട് 14 വർഷം കാട്ടിലെ വനവാസത്തിനും അല്ലെങ്കിൽ പിന്നീട് യുദ്ധകാണ്ഡത്തിനും ശേഷം തിരികെ എത്തുന്ന രാമൻ കാണുന്നത് എന്താണ്? ഭരതൻ കാട്ടിൽ രാമനെ സന്ദർശിക്കുന്നുണ്ടല്ലേ? ഉണ്ടോ ഇല്ലയോ? എന്തേലും ഒന്ന് ഉറപ്പിച്ച് പറ. പണ്ട് സലീം കുമാറിന്റെ സിനിമയെ പറയുന്ന പോലെ, ഞാൻ നിൽക്കണോ അതോ പോണോ? എവിടെ? ഭരതൻ രാമനെ അന്വേഷിച്ച് വനത്തിൽ പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉറച്ചു പറ. ഉണ്ടോ? ഉണ്ട്. തിരിച്ചു വരാൻ ആവശ്യപ്പെടുന്നുണ്ടല്ലേ? തിരിച്ചു വരാൻ ആവശ്യപ്പെടുമ്പോൾ തയ്യാറാകാത്ത രാമനോട് എന്ത് മേടിച്ചു കൊണ്ടുവരിക? 2 മെതിയടികൾ മേടിച്ചു കൊണ്ടുവരിക. ആ മെതിയടികൾ സിംഹാസനത്തിലേക്ക് വെച്ച് കണ്ട് ഭരതൻ 14 വർഷക്കാലം രാമനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഭരണം നടത്തുമ്പോൾ ഭരതൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാനാ ഭരിക്കുന്നതെന്ന്. നമ്മൾ കാണാതെ പോകുന്ന എത്രയെത്ര കഥാപാത്രങ്ങളുണ്ടെന്നറിയാമോ? രാമായണത്തിലേക്ക് ഓരോ കഥാപാത്രങ്ങളെയും എടുത്തു നോക്കിയാൽ ഒരു രാത്രി മുഴുവൻ സംസാരിച്ചാൽ തീരത്തില്ല ഓരോ കഥാപാത്രങ്ങൾ. അതുപോലെ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ, വ്യത്യസ്തമായ ചിന്തകൾ. കയ്യെ പിടിച്ച് കയറ്റാൻ ശ്രമിക്കുക. എന്തിൽ നിന്ന് എന്തിലേക്ക്? സംസാര സാഗരം കടന്ന് ബ്രഹ്മത്തിലേക്ക് ലയിച്ചുകൊണ്ട് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട്, മനുഷ്യനെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട്, സംസാര സാഗരം കടന്ന് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി, ബ്രഹ്മത്തിൽ ലയിക്കുന്നതിന് വേണ്ടി, മനുഷ്യനെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഭാഗവതവും രാമായണവും
ഒക്കെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്തിലോ കൈനീട്ടി എത്തിപ്പിടിച്ച് ഞാൻ എന്തിലെന്നറിയാതെ മുഷ്ടി മുറുക്കി ഞാൻ ഏറെ തളർന്ന് തകരാതെ പോകുവാൻ ജീവിത സീമയിൽ നാട്ടുന്നിതൻ പ്രതിജ്ഞക്കൊടി. ആഴിയിലെ കൂളിയിട്ടൊരൻ അറിവിനെ അടിവല തീർത്ത് ഞാൻ കോരിപ്പിടിച്ചിടും. അജ്ഞതയാകും ഈ ഘോര തമസ്സിനെ അറിവാകും അഗ്നിയാൽ ഊതിത്തെളിച്ചിടും. നമ്മൾ തീരുമാനമെടുക്കണം. ലക്ഷ്മണോപദേശം ലക്ഷ്മണനെ ഉപദേശിച്ചതല്ല. ഇരിക്കുന്ന ലക്ഷ്മണൻ ഞാനാണെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഹൃദയത്തിൽ ഉൾക്കൊള്ളുമ്പോൾ ലക്ഷ്മണോപദേശത്തിന് ജീവൻ വയ്ക്കും. അലമാരകളിൽ കർക്കിടക മാസം കാത്തിരിക്കുന്ന രാമായണങ്ങൾ തുറക്കണം. കർക്കിടക മാസത്തിൽ വായിച്ചു തീർക്കേണ്ടതല്ല രാമായണം. ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും നിന്നെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് രാമായണത്തിലെ ലക്ഷ്മണോപദേശം. എന്താണ്? കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. കാലമാകുന്ന അഹിയുടെ വായിലാണ് നീ എന്ന് ഓർത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ഞാൻ ഈ കൊച്ചാട്ടിൻ്റെ നേർക്ക് നീട്ടിയിട്ട് പറയുക, എനിക്ക് ഒരു 500 രൂപ തരണമെന്ന്. അദ്ദേഹം ഇങ്ങനെ പോക്കറ്റിൽ നിന്നൊരു 500 രൂപ എടുത്ത് എൻ്റെ നേർക്ക് നീട്ടുക. ഞാൻ ഇത് കൈപ്പറ്റണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? എന്ത് വേണം? എൻ്റെ കൈ അഴിയണം. അതിനാ ബൈബിളിൽ പറയുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതിന് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല എന്ന്. നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നതൊക്കെയാണ് ശരിയെന്ന് ശരി വരുമ്പോൾ മനസ്സിലാകും അത് തെറ്റായിരുന്നുവെന്ന്. നന്മയുള്ള മനുഷ്യരെ ആരും നന്മയില്ലാത്തവരായി ജനിക്കുന്നില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നമ്മൾ ജീവിതത്തിൻ്റെ അക്കരെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ മറ്റു മനുഷ്യർക്ക് വേദനയുണ്ടാകാതെ ജീവിച്ചു കണ്ട് സംസാരസാഗരം കടന്ന് ബ്രഹ്മത്തിലേക്ക് മോക്ഷപ്രാപ്തിയിലൂടെ ലയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ അവിടെ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനിയോ ഒന്നുമില്ല. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന നന്മകൾ എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് ഉത്തമ ബോധ്യത്തോടുകൂടി ഉൾക്കൊള്ളുമ്പോൾ നന്മ പറഞ്ഞു കൊടുത്ത് വലുതാകാൻ നമുക്ക് ആവശ്യം പോലെ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ജാതിമത വർഗവർണ്ണ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് നമുക്ക് മുൻപേ മൺമറഞ്ഞു പോയ വലിയ വലിയ ജ്ഞാനികൾ ഈ ലോകത്തിന് സമ്മാനിച്ച നന്മയുടെ സുവിശേഷങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, അതിൽ ചേർത്ത് വെച്ചിട്ടുള്ള നന്മകൾ നൈമിഷികമായ ഈ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തരും സാധിക്കുമ്പോൾ രാമൻ ലക്ഷ്മണൻ ഉപദേശിച്ച വഹിനി സന്തപ്ത ലോഹസ്ഥ അമ്പുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരമെന്ന് നമ്മളോട് പറയുമ്പോൾ നന്മയുള്ളവരായി ജീവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ മുൻപോട്ട് പോയി ബ്രഹ്മത്തിൽ ലയിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അവസരത്തിലേക്ക് എന്നെ വിളിച്ചവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്മയുണ്ടാകട്ടെ.